നമസ്തേ. ചില സമയത്ത് എല്ലാ വാതിലുകളും അടഞ്ഞ് നമ്മൾ ഒരേ വഴിയിലൂടെ തന്നെ ചുറ്റിത്തിരിയാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരേ വഴിയിൽ കൂടെ ചുറ്റിത്തിരിയേണ്ടതായിട്ട് വരുന്നത്? ഞാനൊരു ചുരുളിയിൽ പെട്ടുപോയതുപോലത്തെ അവസ്ഥയാണല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകുമെന്നുള്ളതാണ്. ഞാൻ പറയുകയാണ്, എല്ലാ വാതിലുകളും അടയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല. ചിലത് തെറ്റായിട്ടുള്ള വഴികളിൽ നിന്ന് തിരിച്ചുവിടാനുള്ള റീഡയറക്ഷൻസ് ആണ്. ചില നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ ആണ്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെയധികം വേദന ഫീൽ ചെയ്യും. നമ്മൾ ദൈവത്തിനെ പഴിക്കും, പ്രപഞ്ചത്തിനെ വെറുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് നമുക്ക് പിന്നീട് ജീവിതത്തിൽ മനസ്സിലാകുമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വേദന പോലെ തോന്നുന്നതായിട്ടുള്ള പല നഷ്ടങ്ങൾ, പല ഒറ്റിക്കുടക്കലുകൾ, പല വിട്ടുപോകലുകൾ പിന്നീട് നമുക്ക് അർത്ഥം മനസ്സിലാക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലോ ഡൗൺ ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ, ഇത് എത്ര ചെയ്തിട്ടും ശരിയാകുന്നില്ലല്ലോ, സ്ലോ ആയിട്ട് പോവുകയാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു സമയമാകുന്ന സമയത്ത് അതിന് മൂവ്മെന്റ് ഉണ്ടാവും, അത് പ്രവർത്തനത്തിലേക്ക് വരും, ആക്റ്റീവ് ആകുമെന്നുള്ളതാണ്. ഈ സ്ലോ ഡൗൺ ചില സമയത്ത് നമുക്ക് ഫ്യൂച്ചർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചില സമയത്ത് അനുഗ്രഹങ്ങളായിട്ട് ചില സമയത്ത് നമുക്കുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ശാപത്തിന്റെ രൂപത്തിൽ വരുമെന്നുള്ളതാണ്. അതുപോലെ നേരെ തിരിച്ചും സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ലോ ഡൗൺ പീരീഡിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സമയമാകുന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ്. ഫോഴ്സ്ഡ് സ്ലോ ഡൗൺ എന്ന് പറയുന്നത് പലപ്പോഴും ഡിവൈൻ റീഡയറക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പലപ്പോഴും ജീവിതം നിന്നുപോയി എന്ന് തോന്നുന്ന ഈ ഫേസുകൾ പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിക്കുന്നതായിട്ടുള്ള, സമയബന്ധിതമായിട്ട് പ്രപഞ്ചം കാത്തുവച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പ്രപഞ്ചത്തിന്റെ കോസ്മിക് ലോ അല്ലെങ്കിൽ ഡിവൈൻ ലോ എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതികളെക്കാളും വലുതും മഹത്തരവുമാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു വെക്കുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫെയിലിയർ അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ തകർക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം വരുന്നതായിട്ടുള്ള ക്ലാരിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനെ മാറ്റും. പ്രപഞ്ചം അല്ലെങ്കിൽ ക്രിയേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കംഫർട്ട് തരുന്നതായിട്ടുള്ള ഒരു ശക്തിയല്ല. ചിലപ്പോൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ അനുവദിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ചില ആളുകൾ വിശ്വസിക്കാറുണ്ട് ശനിയുടെ അപഹാരമാണ്, ശനിദശയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ ശനിയെ പഴിക്കും. പക്ഷെ ഞാൻ പറയുകയാണ്, ശനി നമ്മളെ തകർക്കാൻ വരുന്നതല്ല, റീബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ അവിടെ എങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നോ അവിടെ നമുക്ക് റിയാക്ഷനേക്കാൾ അപ്പുറത്തേക്ക് സ്ട്രാറ്റജിയാണ് പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഡിലേ ഉണ്ടാകും, തിരിച്ചടികൾ ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ അത് ആത്യന്തികമായിട്ടുള്ള വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പം സ്ട്രഗിൾ നമുക്ക് ടെമ്പററി ആയിട്ട് നൽകുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ തോൽവികൾ എന്ന് പറയുന്നത് നമ്മളുടെ രക്ഷയായിരുന്നു എന്നുള്ളത്. ഡിലേഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പോലും പലപ്പോഴും ഡിവൈൻ ടൈമിങ്ങിന്റെ ഒരു റിസൾട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തോൽവിയല്ല, വിജയത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സന്ദേശം തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.